ഹലോ, ഇന്ന് നമ്മൾ സേമിയ ക്യാരറ്റ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി പായസമാണിത്, സിമ്പിളുമാണ്. ആദ്യം തന്നെ വേണ്ടത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്. ഇവിടെ ഞാൻ ഓൾറെഡി അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ, ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും കിസ്മിസും, 1/2 കപ്പ് സേമിയ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വാടി കിട്ടുമ്പോൾ അത് റെഡിയാവും. എപ്പോഴും സേമിയ ഉണ്ടാക്കുന്നവർക്ക് ഇതൊന്നും ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാമല്ലോ ഇനി മുതൽ. ഇപ്പം അത് വാടി വന്നിട്ടുണ്ട്. ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി. ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമുക്കൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സേമിയ വഴറ്റാനാണ്. ഇപ്പം ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച 1/2 കപ്പ് സേമിയ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. സേമിയ ഉണ്ടാക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറായ നമുക്കതും മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നു. ഡയറക്റ്റ് ഇതിൽ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ് സേമിയയ്ക്ക് 1 കപ്പ് വെള്ളം. ഇത് കറക്റ്റ് അളവാണ്. ഇപ്പം ഞാൻ 1 സ്പൂൺ ചവരും കൂടെ കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പിന് 1 കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്ക് സേമിയ കിട്ടും. ഇതുപോലെ തന്നെ കിട്ടും. അടി പിടിക്കും കരിയുന്ന പേടിയുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കുക്കറിൽ നിന്ന് ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് ഓളം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം. ഈ സേമിയ തന്നെ കിടന്ന ആ ഷുഗർ എല്ലാം കംപ്ലീറ്റ് ഇപ്പോൾ ഏകദേശം ഷുഗർ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തേങ്ങാപ്പാൽ ആഡ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി തേങ്ങാപ്പാൽ ആഡ് ചെയ്തു. 2ാം പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ക്യാരറ്റും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്.
തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മാത്രം നമുക്ക് ഇടയ്ക്ക് എപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് പിരിയാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് ഇപ്പോൾ ബാക്കിയുള്ള പാലും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ അവസാനം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ വറുത്ത് വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. തണുത്തതിന് ശേഷം മാത്രം ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. താങ്ക് യു.